Hi friends, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യൽ ആയിട്ട് സദ്യ സ്റ്റൈൽ കൂട്ടുകറി എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. കൂട്ടുകറി എന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് തയ്യാറാക്കുക. ഇത് ശരിക്കും പറഞ്ഞൊരു തൃശ്ശൂർ സ്റ്റൈൽ കൂട്ടുകറിയുടെ റെസിപ്പി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പൊ നമുക്ക് സദ്യ സ്റ്റൈൽ കൂട്ടുകറി എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുക്കണം. അപ്പൊ ഞാനിപ്പോൾ ഇവിടെ ഓവർനൈറ്റാണ് ഇത് കുതിർത്തിയെടുക്കണത്. അത്രയധികം സമയം കുതിർത്തിയെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കുറച്ച് സമയം നമ്മൾ കുതിർത്തിയെടുക്കണുള്ളൂ എന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം നമ്മളിത് വേവിച്ചെടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. കുതിർത്തിയെടുത്ത് കഴിയുമ്പോൾ ഇത് ഏകദേശം ഇരട്ടിയോളം വരും കേട്ടോ അളവ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനിതൊരു കടായിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. വെള്ളം ഇപ്പോൾ കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പിന്നെ ഇതിലേക്ക് കായും ചേനയും ഒക്കെ ഇതിലേക്ക് തന്നെയാണ് ചേർത്ത് വേവിക്കുന്നത്. ഇനി ഞാനിപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മൾ കുതിർത്തിയെടുത്ത കാരണം പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസിൽ വരണവരെ കുക്ക് ചെയ്തെടുക്കുക. പക്ഷേ ഇത് വെന്ത് കുഴഞ്ഞു പോകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു പച്ചക്കായ, അതായത് നേന്ത്രക്കായും പിന്നെ ഇതുപോലെ ഒരു കഷ്ണം ചേനയും എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ നേന്ത്രക്കായയുടെ തൊലി കളഞ്ഞതിന് ശേഷം വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. ചേനയും അങ്ങനെ തന്നെയാണ് കേട്ടോ, വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. ഇപ്പം ഈ സമയത്ത് നമുക്ക് കടലപ്പരിപ്പ് കുക്കായി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒന്ന് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കണ സമയത്ത് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് മാഷായിട്ട് വരണം. അത്രേ തന്നെ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച നേന്ത്രക്കായ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും ഈ കൂട്ടുകറിയൊക്കെ തയ്യാറാക്കുമ്പോൾ നേന്ത്രക്കായനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ടാണ് നമ്മൾ ചേന എടുക്കുക. കണ്ടില്ലേ, ഇത്രയൊരു അളവിലാണ് ഞാൻ ചേനയും എടുത്തിരിക്കുന്നത്. ഇനി ചേനയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം ഇതിൽ പോരാ, ഞാൻ കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ചേനയും നേന്ത്രക്കായൊക്കെ കുക്കായിട്ട് വരാൻ കുറച്ചും കൂടി വെള്ളം എന്തായാലും ആവശ്യമാണല്ലോ. പിന്നെ നമ്മൾ എടുക്കുന്ന ചേനയുടെ കുക്കിംഗ് ടൈമൊക്കെ വ്യത്യാസം ഉണ്ടാവും. ചില ചേന കുക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം തന്നെ വേണ്ടി വരും. ചിലതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുക്കായിട്ട് വരും കേട്ടോ. പിന്നെ ഇത് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് വെള്ളം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ സമയത്ത് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഇതൊന്ന് കുക്കായിട്ട് വരട്ടെ, അതിനുശേഷം മാത്രം ഉപ്പ് ചേർക്കണുള്ളൂ. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ. ഇപ്പം കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ളൊരു അളവിലുള്ള ഉപ്പ് ഞാനിപ്പോൾ കുറച്ച് ചേർക്കണുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചേനയാണെന്നുണ്ടെങ്കിലും നേന്ത്രക്കായാണെന്നുണ്ടെങ്കിലും ഒരുപാട് വെന്ത് കുഴയണ രീതിയിൽ നമ്മളിത് വേവിച്ചെടുക്കരുത് കേട്ടോ. അത് കാരണമാണ് നമ്മളിതിപ്പോൾ പ്രഷർ കുക്കറിലല്ലാതെ ഇതുപോലെ കടായിൽ വേവിച്ചെടുക്കുന്നത്. വെന്ത് കുഴഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു കൂട്ടുകറി കറക്റ്റായിട്ടുള്ള ഒരു രീതിയിൽ വരില്ല. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഇത് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നോക്കാം ഇതിലേക്ക് നമ്മൾ ചേർത്ത കഷ്ണങ്ങളൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ടോയെന്ന്. നേന്ത്രക്കായ കണ്ടില്ലേ, കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രമാത്രം മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞ പോണ രീതിയിൽ വേണ്ട. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് കട്ടായിട്ട് വരണം. പക്ഷേ ചേന അത്രയ്ക്ക് അങ്ങോട്ട് കുക്കായിട്ട് വന്നിട്ടില്ല. നമുക്ക് ഇത് ഒന്നും കൂടി ഒന്ന് വേവിക്കേണ്ടി വരും. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുക്കായിട്ട് വരട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ഇതുപോലൊരു കഷ്ണം ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ശർക്കരയിൽ എന്തെങ്കിലും കല്ലോ മണ്ണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ കിടന്ന് ശർക്കര ഉരുകി വന്നോളും, കുഴപ്പമൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചീകിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, എങ്ങനെയാലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യം കുറച്ചാണ് ഞാൻ ചേർക്കണുള്ളൂ. പിന്നെ നമുക്ക് മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. പക്ഷേ ഈ കറി എന്ന് പറയുമ്പോൾ കുറച്ച് മധുരമുള്ള ഒരു കറി തന്നെയാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ശർക്കര ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ആവശ്യത്തിന് മധുരം വന്നിട്ടുണ്ടോ എന്ന്. മധുരം പോരാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി, അതായത് കുറച്ചും കൂടി നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ മധുരം കുറച്ച് കുറവാണ്. ഞാൻ ഒരു കഷ്ണം ശർക്കരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ.
ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഈ ശർക്കര ഒന്ന് ഉരുകി വരട്ടെ കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, ചൂടുവെള്ളം കേട്ടോ. ഇനി ഇതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള നാളികേരം ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അളവിലാണ് നാളികേരം ചെരുകിയത് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ അരച്ചെടുക്കില്ല, നമ്മൾ അവിയലിനൊക്കെ വേണ്ടിയിട്ട് ഒതുക്കിയെടുക്കില്ലേ, ആ ഒരു രീതിയിൽ മാത്രമാണ് നമ്മൾ ഈ നാളികേരം അതായത് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ജീരകമാണ്. ജീരകം എന്ന് പറയുമ്പോൾ ക്യുമിൻ സീഡ്സ്, നല്ല ജീരകം, ചെറിയ ജീരകം എന്നൊക്കെ പറയില്ലേ, അതൊരു 1/4 ടീസ്പൂൺ അളവിൽ മതി, ഒരുപാട് അളവിൽ വേണ്ട കേട്ടോ. ഇനി ഇത് രണ്ടും കൂടി നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കരുത്, വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടെക്സ്ചർ തന്നെ മാറും കേട്ടോ. കൂട്ടുകറി എന്ന് പറയുമ്പോൾ നാളികേരം അത്യാവശ്യം നന്നായിട്ട് വേണ്ട ഒരു കറിയാണ്. പക്ഷെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഇതുപോലെ ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നാളികേരം വേണ്ട, ഈ 1 കപ്പ് അളവിലൊക്കെ മതി കേട്ടോ. പക്ഷെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ നാളികേരം വേണം. ഇനിയിപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നാളികേരം ഒതുക്കിയെടുത്തത് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഈ ഒരു കറി അത്യാവശ്യം ഒന്ന് ലൂസായിട്ടിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് കഷ്ണങ്ങളൊക്കെ കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്താട്ടോ. ശർക്കര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കഷ്ണങ്ങളൊക്കെ കുക്കായിട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒതുക്കിയെടുത്ത നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നാളികേരം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ നാളികേരത്തിൻ്റെ പച്ചമണം നന്നായിട്ട് തന്നെ ഒന്ന് മാറി വരണം. അപ്പോൾ അതുകൊണ്ടാണ് പറയണത് ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കണം എന്ന്. ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൽ കാണുന്ന കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ പിന്നീട് വറ്റിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അത് പ്രശ്നമൊന്നുമില്ല. പിന്നെ കൂട്ടുകറി എന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിലും കൂട്ടുകറി തയ്യാറാക്കുന്നത് പല രീതിയിലാണ്. ചില സ്ഥലങ്ങളിൽ കടല ചേർത്തിട്ട്, അതായത് കറുത്ത കടല ചേർത്തിട്ട് കൂട്ടുകറി തയ്യാറാക്കി എടുക്കാറുണ്ട്. ഇതെന്ന് പറയുമ്പോൾ പക്ക തൃശ്ശൂർ സ്റ്റൈൽ കൂട്ടുകറിയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലുള്ള ബാക്കിയുള്ള ഒരു വെള്ളം ഉണ്ടല്ലോ, അതായത് ഇത് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിതിപ്പോൾ അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ആ ഒരു സമയത്ത് നമുക്ക് നാളികേരം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെയുള്ള നാടൻ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 2.5 കപ്പ് നാളികേരം ചെരുകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നാളികേരം ചെരുകിയത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ ഒരു കറിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോഴായിരിക്കും സദ്യയിലൊക്കെ നമ്മൾ കഴിക്കണ ആ ഒരു ടേസ്റ്റ് വരിക. അതുപോലെ വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കറിയിലേക്ക് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കും. ഇനി ഈ നാളികേരം നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. അത്യാവശ്യം നല്ല ബ്രൗൺ ഷെയ്ഡിൽ തന്നെ വരണം കേട്ടോ. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഇതൊന്ന് മൂത്ത് വരട്ടെ. നാളികേരം വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗമൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടും നമ്മൾ നാളികേരം വറുത്തെടുക്കരുത്, അപ്പോഴും പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടി ഒന്ന് ബ്രൗൺ ഷെയ്ഡിലേക്ക് വരണം. അപ്പോൾ ആ സമയത്ത് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ കണ്ടില്ലേ, ഈ ഒരു കറി ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ, വേറൊരു പാനിൽ. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. ഈ സമയത്ത് ഞാൻ കറിയിലേക്കും 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. അപ്പോഴായിരിക്കും നമ്മൾ നാളികേരം വറുത്തത് ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വരിക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ലൂസായിട്ട് മാറും. തൃശ്ശൂർ സ്റ്റൈൽ കൂട്ടുകറി എന്ന് പറയുമ്പോൾ ലൂസായിട്ടുള്ളൊരു കറിയല്ല. ഈ ഒരു കറിയിൽ നമ്മൾ സാധാരണ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും അതുപോലെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയേക്കാളും കൂടുതൽ നമ്മൾ സാധാരണ കുരുമുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് സാധാരണ രീതിയിൽ ഇതിലേക്ക് ചേർക്കാറില്ല കേട്ടോ. പക്ഷെ കുരുമുളക് പൊടിയുടെ ഒരുപാട് അങ്ങോട്ട് ഫ്ലേവർ വരരുത്, അത്യാവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കട്ടെ. ഇനിയിപ്പോൾ ഈ കറിയിലേക്ക് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വലിയ കഷ്ണങ്ങളൊക്കെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് മാഷാക്കി എടുക്കണ്ട, പക്ഷെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്ത് മാത്രം എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, അത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നാളികേരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് ഈ ഒരു സമയത്തൊക്കെ പ്രത്യേകിച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ട്, അതായത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇപ്പോൾ നാളികേരം ആവശ്യത്തിന് തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര ഒരു ബ്രൗൺ ഷെയ്ഡാക്കി നമ്മൾ എടുക്കണം. ഇപ്പോൾ എണ്ണയൊക്കെ കണ്ടില്ലേ, ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ട് ഈ നാളികേരം വറുത്തെടുക്കണേൽ. ഇനി നമുക്ക് ഇപ്പോൾ റെഡിയായി
ആക്കി വെച്ച ഈ ഒരു കറി ഉണ്ടല്ലോ, ഇത് നമുക്ക് ഈ വറുത്തെടുത്ത ഈ നാളികേരത്തിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം നാളികേരം വറുത്തത് ഉണ്ടെങ്കിൽ തന്നെയാണ് ആ ഒരു സദ്യയിലൊക്കെ കഴിക്കണ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. സദ്യയിലൊക്കെ പ്രത്യേകിച്ച് ഒരുപാട് നാളികേരം ഒരു വറുത്ത് ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതൊന്ന് ചേർത്ത് കൊടുക്കട്ടെ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് വലിയ കഷ്ണങ്ങളൊക്കെ പോലെ തോന്നണത് ഈ ഒരു സമയത്ത് നമുക്കൊന്ന് ചെറുതാക്കി കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് മാഷാക്കി കൊടുക്കണ്ട, പക്ഷെ ഇതുപോലെ ഒന്ന് ചെറുതാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കഷ്ണങ്ങൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൂട്ടുകറിക്ക് ഈ ഒരു ടെക്സ്ചർ കിട്ടില്ല കേട്ടോ. എല്ലാം കൂടി ഭയങ്കരമായിട്ട് മാഷായിട്ടിരിക്കും. ഇതിപ്പോൾ നമ്മൾ കണ്ടില്ലേ, കഷ്ണങ്ങൾ ഇതുപോലെ ചെറുതാക്കി കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു കറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ നാളികേരം വറുത്തതിൻ്റെ ആ ഒരു കളറാണ് ശരിക്കും കാണുക. നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലാണ് ഇത് ഇരിക്കുക ശരിക്കും പറഞ്ഞാൽ. തൃശ്ശൂർ സ്റ്റൈൽ കൂട്ടുകറി എന്ന് പറയണത്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ചെറുതാക്കി എടുക്കട്ടെ കേട്ടോ. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. കൂട്ടുകറി എന്ന് പറയുമ്പോൾ നാളികേരം വറുത്തെടുത്തത് കൂടുതലും, പിന്നെ കഷ്ണങ്ങൾ അതിനേക്കാളും കുറവായിട്ടാണ് സാധാരണ സദ്യയിലൊക്കെ കാണാം. ചെറിയ കഷ്ണങ്ങളൊക്കെ പോലെ ഒക്കെ എടുക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനിതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഒന്നും ഓഫ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് തന്നെയാണ് ഇതുപോലെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണത്. അതുപോലെ നമ്മൾ ഇതിലേക്ക് ചേർത്ത കടലപ്പരിപ്പ് ഇടുന്നുണ്ടെങ്കിലും നമുക്ക് കാണണം കേട്ടോ, വെന്ത് കുഴഞ്ഞു പോയരുത്. കടലപ്പരിപ്പ് ഇടുന്നുണ്ടെങ്കിലും കഷ്ണങ്ങളാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്, ഒരുപാട് അങ്ങോട്ട് മാഷാക്കി എടുക്കരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ആദ്യം ഇത് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാഞ്ഞത്. ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു വലിയ നാളികേരമാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള നാളികേരം തന്നെയായിരുന്നു എടുത്തിരുന്നത്. ഇപ്പോൾ ചെറിയ നാളികേരമൊക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 2 നാളികേരം നമുക്ക് ഈ ഒരു അളവിലുള്ളൊരു കറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ കഷ്ണങ്ങൾ ആവശ്യത്തിന് ഇതുപോലെ ചെറുതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് വറുത്തിടണം. അപ്പോൾ വറുത്തിടുമ്പോഴും അത്യാവശ്യം നമ്മൾ നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് വെളിച്ചെണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണയുടെ അളവൊന്ന് കുറച്ചോ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പൊ കണ്ടില്ലേ, കടുകൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉഴുന്ന് പരിപ്പും അത്യാവശ്യം നമ്മൾ ഇതിലേക്ക് ചേർക്കും. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഉഴുന്ന് പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഉഴുന്ന് പരിപ്പ് ഒന്ന് റോസ്റ്റ് ആയിട്ട് വരട്ടെ. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് കളർ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കിനി ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം, അതായത് ഉണക്കമുളക് കേട്ടോ. ഉണക്കമുളക് ഈ ഒരു അളവിന് വേണ്ടിയിട്ട് നമുക്കൊരു 5 6 ഉണക്കമുളകൊക്കെ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചതിന് ശേഷം തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2-3 തണ്ട് കറിവേപ്പിലയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഓയിലും കൂടിയും ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ ഈ കറി ഒന്നും കൂടിയും ഡാർക്കായിട്ട് മാറും കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കറി സദ്യയിലൊക്കെ കഴിക്കണ ആ ഒരു ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇതിനു മുമ്പ് തന്നെ ഞാൻ ഒരുപാട് സദ്യ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓണം സദ്യ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കാണണമെന്നുള്ളവർക്ക് കണ്ടു നോക്കാം കേട്ടോ. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിലുള്ള കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. പ്രത്യേകിച്ച് ഓണത്തിന് തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അതുകൂടാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.